ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന, അതായത് 2026-27 ഓഗസ്റ്റ് 17 2026 ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ വിശകലനമാണ്, അനലിസിസ്. ഇതിൽ നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ശരിയായി നോക്കി നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. പാരഗ്രാഫായിട്ട് വരുന്ന ലോങ് ആൻസേഴ്സിൻ്റെ അല്ലാതെയുള്ള എല്ലാ ആൻസേഴ്സും നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോങ് ആൻസറിൻ്റെ നമ്മൾ വേറൊരു വീഡിയോയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെയും വൺ വേർഡ്, മൾട്ടിപ്പിൾ ചോയ്സ് എല്ലാ ഉത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. ഗ്രാമർ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 2026-27 2026-27 2.5 മണിക്കൂറായിരുന്നു എക്സാം. 80 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ്. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ഇൻ ദ ആർട്ടിക് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ആണ്. ഇൻ ദ ആർട്ടിക്കിൽ നിന്നുള്ള പാരഗ്രാഫ് വായിക്കുക. ആദ്യ ചോദ്യം എന്താ? വാട്ട് വാസ് ദി അനൗൺസ്മെന്റ് ബ്രോഡ്കാസ്റ്റ് ഇൻ പോളിഷ് ആണ്. 2, ഹൗ ലോങ് ഡിഡ് ദ ആർട്ടിലറി ഫയർ കണ്ടിന്യൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, അനൗൺസ്മെന്റ് ബ്രോഡ്കാസ്റ്റ് എന്തായിരുന്നു? ദ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് ബ്രോഡ്കാസ്റ്റ് അനൗൺസ്മെന്റ്സ് ഇൻ പോളിഷ് അബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അപ്പോൾ ഇത് മാത്രം എഴുതിയാലും മതി കേട്ടോ. ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ലിബറേഷൻ ഓഫ് വാർസോ എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. അടുത്ത ചോദ്യം, ഹൗ ലോങ് ഡിഡ് ദ ആർട്ടിലറി ഫയർ കണ്ടിന്യൂ? ദ ഹെവി ആർട്ടിലറി ഫയർ കണ്ടിന്യൂഡ് ഫോർ 3 hours ബിഫോർ ഇറ്റ് ഡൈഡ് ഡൗൺ എഗൈൻ. അടുത്ത ചോദ്യം, മൂന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഹെവി ആർട്ടിലറി ഫയർ വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ബൈ. നാലാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 3 ആർ കറക്റ്റ് കേട്ടോ. 1 and 3 കറക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത്, ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആൻഡ് ദ വെർബ് ഫ്രേസ് ഫ്രം ദ സെന്റൻസസ് ഗിവൺ ബിലോ. നൗൺ ആയിട്ട് ഈ ഭാഗമാണ് വരിക. റേഡിയോ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് സംവെയർ നിയർ ബൈ എന്നുള്ളത് നൗൺ ഫ്രേസ് ആണ്. വേർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ്സ് ഇൻ പോളിഷ് എന്നുള്ളത് വെർബ് ഫ്രേസ് ആണ്. അടുത്തത് 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഫ്രഞ്ച് റോമൻസ് കൺട്രിമാനിൽ നിന്നുള്ള പോയട്രി ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള പോയട്രി അല്ല, സ്പീച്ചാണ്. ആ സ്പീച്ചിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. വെൻ വാസ് ദ കിങ്ലി ക്രൗൺ പ്രസന്റഡ് ടു സീസർ? ദ കിങ്ലി ക്രൗൺ വാസ് പ്രസന്റഡ് ടു സീസർ ഓൺ ദ ഫീസ്റ്റ് ഓഫ് ലുപ്പർസൽ. ഏഴാമത്തെ, വാട്ട് ഡസ് ദ റെഫ്യൂസൽ ഓഫ് ദ ക്രൗൺ സജസ്റ്റ് അബൌട്ട് സീസേഴ്സ് ക്യാരക്ടർ? ഓപ്ഷൻ സി, സീസർ വാസ് നോട്ട് അംബീഷ്യസ്. ഇതാണ് കറക്റ്റ്. എട്ടാമത്തെ, വാട്ട് വാസ് ആന്റണീസ് റിയൽ പർപ്പസ് ഇൻ ഗിവിംഗ് ദ സ്പീച്ച് ആണ്. ഓപ്ഷൻ ഡി, ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് കേട്ടോ. ഒൻപതാമത്തെ, ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ് വാസ് ദിസ് ആംബിഷൻ. ഇത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 10A അപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ലോങ്ങിലാണ് ഉൾപ്പെടുത്തുക. ഇതെല്ലാം ലോങ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ 11 to 14 നോക്കൂ. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പാസേജ് വായിക്കുക. ഇതാണ് പാസേജ്. ആഫ്റ്റർ ജപ്പാൻസ് ഡിഫീറ്റ് ടു ബെൽജിയം ഇൻ 2018 ഫിഫ വേൾഡ് കപ്പ് എന്ന് തുടങ്ങുന്ന ഈ പാസേജ് വായിച്ചിട്ട് ഉത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ജപ്പാനീസ് ഫാൻസ് ഡു ആഫ്റ്റർ ദ മാച്ച്? ആൻസർ, they remained in the stands, collected litter and placed it in the garbage bags. 12, why did their actions surprise people around the world? People expected them to leave the stadium disappointed after the team's defeat rather than stay behind to clean up. 13, which of the following statements are true ആണ്? 1, 3 and 4 correct ആണ്. ഓപ്ഷൻ സി. 14, the incident became memorable mainly because the Japanese fans showed utmost civic sense. അടുത്തത് 15, 16 ഒക്കെ ലോങ് ആൻസർ ആണ്. നമ്മൾ അതിലാണ് ഉൾപ്പെടുത്തുക. പിന്നെ 17A, 17B എന്ന് പറഞ്ഞിട്ട് 2 ചോദ്യങ്ങളാണുള്ളത്.
നമുക്ക് നോക്കാം. 17A, 17B, 18A, 18B, 19 ഇതെല്ലാം ലോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ 20, 21, 22 to 25 നോക്കാം. ഇനി നമുക്ക് 22ന്റെ ഉത്തരം വരുന്നത് വിച്ച് ആൽബം എക്സ്റ്റാബ്ലിഷ് മൈക്കിൾ ജാക്സൺ ആസ് എ സക്സസ്ഫുൾ സോളോ ആർട്ടിസ്റ്റ്? ഓപ്ഷൻ ബി ഓഫ് ദ വാൾ ആണ്. 23 ഹൗ ഡസ് ദ സോങ് മാൻ ഇൻ ദ മിറർ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ വേൾഡ്? ആൻസർ ഇറ്റ് എൻകറേജസ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 24 വെൻ വാസ് ജാക്സൺസ് ബെസ്റ്റ് സെല്ലിംഗ് ആൽബം റിലീസ്ഡ്? 1982 25 ഓപ്ഷൻ നമുക്കിതിൽ സി മാത്രമേ 3 ഓൺലി ആണ്. ഓൾ ദ ആൽബംസ് ലിസ്റ്റഡ് ഡീൽ മെയിൻലി വിത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അത് കറക്റ്റ് അല്ല, നോട്ട് റിഫ്ലക്റ്റ് ആണ് വേണ്ടത്. സോ സി ആണ് ആൻസർ കേട്ടോ. അടുത്തത് 26, 27, 28 ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാത്തിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നുണ്ട്. 26 നോക്കൂ. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൺ ബിലോ ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ആണ് അല്ലേ. ABCDEF ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. നോക്കൂ. They decided to put up the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. But when they went out into the courtyard at the first light at dawn, they found the whole neighborhood in front of the chicken coop having fun of the angel. The visitors were tossing him things to eat through the openings in the coop. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എഴുത്ത പാസേജ് ആണ്. അപ്പോൾ എഴുത്ത പാസേജിൽ എ വിമൻ ആണ് കേട്ടോ, ഇ ആണ്. അതാ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബി ഹൂ അല്ല വരിക, വിച്ച് ആണ് വരിക. അടുത്തത് സി ബീനല്ല, ബി ആണ് വരിക. അതുപോലെ ഡി നൈബർഹുഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. NEIGHBOURHOOD ആണ്. അടുത്തത് ഇ എന്താണ് ഉത്തരം? സ്ലിപ്പർ അല്ല, സ്ലിപ്പേഴ്സ് ആണ്. ഒരു എസ് ചേർത്തുക. അടുത്തത് ദി എവർ അഫോർഡഡ് എന്നൊരു വേർഡ് ഇല്ല, അഫോർഡ് എന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയത്. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പം നോക്കൂ. വെൻ ശ്രീകാന്ത് വാസ് ബോൺ വിത്തൗട്ട് ഐസ് മെനി പീപ്പിൾ ലുക്ക്ഡ് ഡൗൺ ഓൺ ഹിം ആൻഡ് സോ ഹിം ആസ് എ ബർഡൻ. സം പീപ്പിൾ ഈവൻ പുട്ട് ഫോർവേഡ് ആണ് വരിക. Some people even put forward a suggestion to his parents that he should be smothered. However, his parents never gave up on it and showered him with love and care. At first, his father could not figure out how his son would fit into the traditional farming model. Later, he made up his mind. Okay, made up one's mind ആണ്. അത് നമ്മൾ ഇതിൽ മാറ്റി one's mind എന്നാക്കിയാൽ മതി കേട്ടോ. made up one's mind ആണ് ഇവിടെ വരിക. to educate the son and help him build a better future. Okay, അപ്പോൾ ഇതാണ് വരിക കേട്ടോ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. ആദ്യം നമ്മൾ ഡിഡ് ദേ റിജക്ട് യുവർ അപ്ലിക്കേഷൻ ടു IIT? അപ്പോൾ യെസ്, ദേ ഹാവ് റിജക്റ്റഡ് മൈ അപ്ലിക്കേഷൻ ടു IIT ബിക്കോസ് ഓഫ് മൈ ബ്ലൈൻഡ്നെസ്. അടുത്ത ടീച്ചർ യു ഫീൽ ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഡോണ്ട് യു. ഇത് നമ്മൾ ശ്രീകാന്ത് അഫ്കോഴ്സ് ബട്ട് ഇഫ് IIT ഡസൻറ്റ് വാണ്ട് മീ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എയ്തർ. ടീച്ചർ വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അപ്പോൾ ശ്രീകാന്ത് മൈ നെക്സ്റ്റ് പ്ലാൻ ഇസ് ടു അപ്ലൈ ടു സം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അബ്രോഡ്. ടീച്ചർ യു ഹാഡ് ബെറ്റർ ചൂസ് ദ ബെസ്റ്റ് വൺസ്. ശ്രീകാന്ത് ഷുവർ ഐ എം പ്ലാനിങ് ടു അപ്ലൈ ടു MIT, സ്റ്റാൻഫോർഡ്, ബെർക്ലി ആൻഡ് കാർണിജി മില്ലൻ. Teacher, good. If you work hard and stay determined, you will surely succeed. Srikanth, thank you ma'am. Your encouragement means a lot to me. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അടുത്ത 30 നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നമ്മളിത് ആൻസർ പറയാം. ഇവിടെ ജർമ്മൻ ഓഫീസർ അല്ലേ. ദ ജർമ്മൻ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ വൈ ഹി ഡിഡ്ന്റ് ഹൈഡ് ഇൻ ദാറ്റ് ലോഫ്റ്റ് അബവ് ദി അറ്റയർ. ഓക്കെ, ആറ്റിക് ആണ്. അപ്പോൾ ഷിൽസ്മാൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് നെവർ നോട്ടീസ്ഡ് സച്ച് എ തിങ് ടിൽ ദെൻ. 31 നോക്കൂ. കംപ്ലീറ്റ് ദ പാസേജ് ആണ്. അപ്രോപ്രിയേറ്റ് ഇഡിയംസ് താഴെ തന്നത് എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളതിൽ എയിൽ കൊടുക്കേണ്ടത് റാക്ക് ഹിസ് ബ്രെയിൻ ആണ് കേട്ടോ. സ്പെല്ലിംഗ് ഇവിടെ സ്മോൾ ലെറ്റർ തന്നെയാണ്. റാക്ക് ഹിസ് ബ്രെയിൻ. ബിയിൽ എ പീസ് ഓഫ് കേക്ക്. 32 പ്രൊവൈഡ് സൂട്ടബിൾ ക്യാപ്ഷൻസ് ഫോർ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആണ്. ആദ്യത്തേതിന് നമ്മൾ കൊടുത്ത ക്യാപ്ഷൻ ചേസിങ് ഡ്രീംസ് ആണ്. രണ്ടാമത്തെ പിക്ചറിന് ഫ്രണ്ട്സ് ഫോർ എവർ. 32 ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാത്തിനും ഉത്തരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലോങ് ആയിട്ടുള്ള ആൻസറുകൾ വേണം നിങ്ങൾക്കെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യും, എങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. വേണമെങ്കിൽ ലോങ് വീഡിയോസ് എന്നുള്ളത് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.